മിമിക്രി മത്സരത്തിൽ പങ്കെടുക്കാനെത്തിയ ഒരു കുട്ടി നമ്മോട് കൂടി ചേരുന്നുണ്ട്. നമസ്കാരം മോളെ, എന്തെല്ലാം മാറ്റങ്ങളാണ് മോൾ നമ്മുടെ അവതരിപ്പിക്കുന്നത്? വയനാട് ദുരന്തത്തിലെ എന്നെ സ്പർശിച്ച ചില സംഭവങ്ങളുടെ ശബ്ദങ്ങളിലേക്ക്. മണ്ണിൽ പൊടിഞ്ഞടക്കുന്ന തന്റെ യജമാന്റെ ശരീരത്തിനരികിൽ നിന്നും ഒരു നായ മൂങ്ങുന്ന ശബ്ദം. അപ്പോഴാണ് ആ നായയെ ആരോ കല്ലെടുത്തെറിയുന്ന കാഴ്ച കാണുന്നത്. കുന്നുകൂടിയ ശവശരീരങ്ങൾക്കിടയിലൂടെ മുലപ്പാലിന്റെ മണം പോലും മാറാത്ത പിഞ്ചു കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കേൾക്കാമായിരുന്നു. രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി ഹെലികോപ്റ്ററിന്റെ ശബ്ദം കേൾക്കാമായിരുന്നു. ദുരന്ത സ്ഥലത്തേക്ക് എത്തിച്ചേരുവാനായിട്ട് മരങ്ങൾ മുറിക്കുന്ന മെഷീൻ ഉപയോഗിച്ച് മരങ്ങളെല്ലാം മുറിച്ചു നീക്കുന്നുണ്ടായിരുന്നു. നന്നായിരുന്നു മോളെ. വേറെ എന്തെല്ലാം മാറ്റങ്ങളാണ് അപ്പോൾ അവിടെ അവതരിപ്പിച്ചത്? നമ്മളെപ്പോഴും ഉല്ലാസയാത്രകൾ മെയിനായിട്ട് പോകുന്ന സ്ഥലമാണ് കടൽ. കടലിന്റെ തിരമാലകളുടെ ശബ്ദം എങ്ങനെയാ നോക്കാം. ഇനിയും ഒരു റെയിൽവേ സ്റ്റേഷൻ അന്തരീക്ഷം. यात्रियों कृपया दे दीजिए ट्रेन नंबर 1680 कन्याकुमारी एर्नाकुलम एक्सप्रेस थोड़ी सी देर में कन्याकुमारी जंक्शन से जाएंगे. यात्रकार दयവായി ശ്രദ്ധിക്കുക. ട്രെയിൻ നമ്പർ 1680 കന്യാകുമാരി എറണാകുളം എക്സ്പ്രസ് അല്പസമയത്തിനുള്ളിൽ കന്യാകുമാരി ജംഗ്ഷനിൽ നിന്നും പുറപ്പെടുന്നതായിരിക്കും. നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഗായകന്മാരുടെയും നടന്മാരുടെയും ഒക്കെ ശബ്ദമാണല്ലോ. അങ്ങനെ ആരെങ്കിലും ഒക്കെ അനുകരിക്കാറുണ്ട്. നമ്മുടെ പ്രശസ്തയായ ഗായികയായ എസ് ജാനകിയമ്മയുടെ പാട്ട്. വൈക്കം വിജയലക്ഷ്മി ചേച്ചിയുടെ പാട്ട്.
നമസ്കാരം.